ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ PSCയിൽ ഒരു 66 നോട്ടിഫിക്കേഷൻ വരുമെന്ന് തീരുമാനമായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് അറിയാമോ? VFA, ഓക്കെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്, നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റ് ആണ്. അതിന്റെ കൂടെ ഫീൽഡ് വർക്കും കൂടി വരും. ഓക്കെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. പിന്നെ അതിനൊക്കെ പോലീസ് കോൺസ്റ്റബിൾ ഫീമെയിലിനും മെയിലിനും ഉള്ള നോട്ടിഫിക്കേഷൻ വരും. അതിനൊക്കെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ഒരു 66 നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം ഇന്ന് നമുക്ക് കമ്പാരിസനെ പറ്റി നോക്കാം. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേരും വേറൊരാളുടെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും മുന്നോട്ട് പഠിക്കുന്നതും ടെൻഷൻ അടിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഗ്രസ് കൊണ്ട് കളയുന്നതൊക്കെ. ഓക്കെ, അപ്പം അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാലോ? ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിലോട്ട് വാ. ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പാരിസനെ പറ്റിയാണ്. കുറേ കുട്ടികളാണ് ചോദിക്കാറുണ്ട്, ചേച്ചി എനിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല, ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഒരുപാട് പേര് പഠിച്ച് എന്നെങ്കിൽ ഒരുപാട് മുമ്പിൽ എത്തിയിട്ടുണ്ട്, ഇനി ഞാൻ പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? PSC എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് കോമ്പറ്റീഷൻ ഉണ്ട്, വേക്കൻസി കുറവാ, ആരെയും എടുക്കുന്നില്ല, അങ്ങനെ ഒരുപാട് ആൾക്കാരെ പറയുന്നുണ്ട്, ഒരുപാട് പേരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ വേറെ ആർക്കെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ആ കുട്ടി നേടി, നിനക്ക് എന്താ പറ്റാത്തത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഒരുപാട് പേരെടുത്ത് പറയാറുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. PSC എക്സാംസ് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. നമ്മളിപ്പം 100 ഡേ ചലഞ്ച് ഒക്കെ തുടങ്ങി 75-ാം ദിവസം കംപ്ലീറ്റ് ആയി. അതിനങ്ങനെ ഒരുപാട് കുറേ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് വരും? ഒരു കൺഫ്യൂഷൻ വരും. അയ്യോ, ഞാൻ ഇപ്പം തുടങ്ങുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു ബിഗിനറാണ്, ഇനി ഞങ്ങൾ PSCയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇത്രയും നാളായിട്ട് പഠിക്കുന്ന ഒരുപാട് പേര് കിട്ടുന്നില്ല. അല്ല, ഇനി അവർ ലിസ്റ്റ് വന്നാൽ തന്നെ എന്താ എല്ലാവരെയും ലിസ്റ്റോട്ട് എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇനി എന്ന് പഠിച്ച് തുടങ്ങി, എന്ന് ലിസ്റ്റ് വന്ന് എന്ന് ജോലി കിട്ടാനാന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഒരുപാട് പേർക്കുള്ളത്. ആണ്. അപ്പം നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു ലെക്ചർ ആയിരിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കംപ്ലീറ്റ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ഔട്ട് ചെയ്യാം. നമുക്ക് പോയിന്റ് വൈസ് എന്തുകൊണ്ട് നിങ്ങൾ മികച്ചവരാണ്, നിങ്ങൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ ആദ്യമായിട്ട് കാണുന്നിടത്ത് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു മെൻറ്ററാണ്, PSC മെൻറ്ററാണ്. ഞാൻ ഒരു 2-3 മാസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, PSC റിലേറ്റഡ് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരുപാട് കുട്ടികൾ ഇത് ബെനിഫിഷ്യൽ ആയിരുന്നു. ഇതിങ്ങനെ ചേച്ചി എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, ഇപ്പം ഞാൻ പഠിക്കുന്നുണ്ട്, അങ്ങനെ പഠിക്കാൻ തുടങ്ങിയവരും പഠിച്ച് എൻ്റെ കൂടെ ഇപ്പോൾ ഒരു 75 ദിവസം കംപ്ലീറ്റ് ആയി നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിൽ ഒരു ചാനലുണ്ട്, 100 ഡേ ചലഞ്ച്. അത് 75-ാം ദിവസം എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ 25 ദിവസം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ കൊച്ചു ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഓൺലൈൻ ലൈവായിട്ട് നടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ്, നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ PSC റിലേറ്റഡ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിസനെ പറ്റിയാണ്. മെയിനായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇപ്പോൾ നിങ്ങൾ ഇപ്പം എല്ലാവരും ബിഗിനേഴ്സാണ്. ഞാൻ ബിഗിനേഴ്സിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ പോലും ഏത് ലെവലുള്ള ആൾക്കാരാണെങ്കിലും പഠിച്ച ഒരു പകുതി എത്തുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. ഞാൻ ഇപ്പം 2 സുഹൃത്തുക്കൾ 2 കൂട്ടുകാരികൾ ഒരുമിച്ച് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ ഒരു പകുതി എത്തുമ്പോഴത്തേക്കും ഒരു എക്സാം എഴുതി, ഒരു കുട്ടിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി, ജോലി കിട്ടിപ്പോയി, മറ്റേയാൾക്കൊന്നും കിട്ടിയില്ല, റാങ്ക് ലിസ്റ്റിൽ വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ വരും, സ്ട്രെസ് വരും. ഞാൻ പഠിക്കുന്നത് ശരിയല്ല, ഞാൻ തോറ്റു, ഇനിയിപ്പം പഠിച്ചിട്ട് കാര്യമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും. മനസ്സിലായോ? അപ്പം നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം മക്കളെ, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു ടൈം ലൈൻ ഉണ്ട്. മനസ്സിലായോ? അപ്പം ഞാൻ പഠിക്കുന്ന രീതി, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളും ആയിരിക്കുന്നില്ല നിങ്ങൾക്കുള്ള സിറ്റുവേഷൻ ആയിരിക്കുന്നില്ല വേറൊരാൾക്കുള്ളത്. അപ്പം എല്ലാവർക്കും അവരുടേതായ ഒരു പാറ്റേണും അവരുടേതായ ഒരു സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഉണ്ട്. മനസ്സിലായോ? എല്ലാവരും വർക്ക് ചെയ്യുന്നത് അവരുടെ ടൈം ലൈനിൽ നിന്നിട്ടാണ്. ഇപ്പം ഞാൻ ഒരു 25-ാമത്തെ വയസ്സിൽ ജോലി വാങ്ങിച്ചു എന്ന് പറയുന്നത് എല്ലാ സാഹചര്യം അന്ന് അങ്ങനെ ആയിരുന്നത് കൊണ്ട് എനിക്ക് ജോലി മേടിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതങ്ങനെ വേറൊരാൾ 25 35-ാമത്തെ വയസ്സായിരുന്നു, 32 33 ആ ഒരു ഏജൊക്കെ ആയപ്പോഴത്തേക്കും ജോലി കിട്ടി. അത് അവരുടെ ടൈം ലൈൻ്റെ കാര്യമാണ്. മനസ്സിലായി? അപ്പം ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയാൾ അങ്ങനെ ചെയ്തു അപ്പോൾ പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളിലോട്ട് തന്നെ നോക്കുക. നമ്മൾ വേറൊരാളെ നോക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ നിർത്തിപ്പോകുന്നത്. മനസ്സിലായി? അപ്പം വേറൊരാളെ നമ്മളൊരു മോട്ടിവേഷൻ വേണ്ടി നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഇൻസ്പിറേഷൻ വേണ്ടി നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അയ്യോ അയാൾ ഇത്രയും ചെയ്തു, ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് അയാൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയാൾ നേരത്തെ കിട്ടിപ്പോയി പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളത് ആ പകുതി നിർത്താനൊക്കെ ഉള്ളൊരു ഡീമോട്ടിവേഷൻ ആവുന്നത്.
മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, നിങ്ങളുടെ റിസ്ക്കും നിങ്ങളുടെ ലക്കും ഒക്കെ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ വിചാരിക്കും രണ്ട് വ്യക്തികൾ വർക്ക് ചെയ്യുക. അപ്പം ഈ ഒന്നാമത്തെ ആൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അയാൾ ഇറങ്ങിയ സമയത്ത് കുറച്ചും കൂടി അയാൾക്ക് നല്ല ഫിനാൻഷ്യലി അയാൾ സ്റ്റേബിളാണ്, അയാൾക്ക് ഫാമിലി ഇഷ്യൂസ് ഒന്നുമില്ല, അയാൾക്ക് കുറച്ചും കൂടി സമയം കിട്ടുന്നുണ്ട് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു കമ്പൈൻ സ്റ്റഡി നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ഫാക്ടേഴ്സ് അയാൾ പഠിക്കാൻ തുടങ്ങിയപ്പം അയാൾക്കുള്ള ഫാക്ടേഴ്സ് അയാൾക്ക് അനുകൂലമാണ്. മനസ്സിലായോ? അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ജോലിയോട്ട് എത്താൻ പറ്റും. ഓക്കെ, അത് അയാളുടെ ലക്കം കൂടിയാണ് അല്ലേ? അതൊരു ഭാഗ്യത്തിന് ചെറിയ അംശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അയാൾക്ക് ജോലിക്ക് കയറാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ വേറൊരാൾ നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾക്ക് എന്തില്ല, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് ജോലിക്ക് പോകണം, ഫുൾ ടൈം വർക്ക് ചെയ്താലേ എന്തെങ്കിലും വീട്ടിൽ വരുമാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് സ്ലോ ആവും ആ സക്സസിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലക്ക് റിസ്ക് എന്ന് പറയുന്ന സംഭവം ഉള്ളത് തന്നെ. മനസ്സിലായി? ഈ രണ്ട് സംഭവവും പലർക്കും പല രീതിയിലാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യത്തില്ല, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ അങ്ങ് സക്സസ് ആയി എത്തണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം എടുക്കും. അപ്പം നമ്മൾ വേറൊരാളെ കണ്ട് മോട്ടിവേറ്റ് ആവാനോ ഡീമോട്ടിവേറ്റ് ആവാനോ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പതുക്കെ നമ്മൾ സ്വയം അങ്ങ് അകത്തോട്ട് വലിക്കും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നമുക്ക് നമ്മുടേതായ ഒരു സമയമുണ്ട്. മനസ്സിലായോ? ഇപ്പം എൻ്റെ വീട്ടിൽ എന്താ സിറ്റുവേഷൻ എനിക്കറിയാം, എൻ്റെ വീട്ടിൽ ഫാമിലി കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയെന്ന് എനിക്കറിയാം, ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടെന്ന് അറിയാം, എനിക്ക് എന്തൊക്കെ സോഴ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പം നമ്മുടെ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എത്തുന്ന സമയമാണ് നമ്മുടെ കറക്റ്റ് സമയം. അല്ല നമ്മൾ കുറേ നേരത്തെ അല്ല ലേറ്റും അല്ല. നമ്മുടെ സമയം നമ്മുടെ ടൈമിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ട് അത് പഠിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വേറൊരാളുടെ പാറ്റേൺ കണ്ടിട്ട് അയ്യോ അയാൾ കുറേ നാളായിട്ട് പഠിക്കുന്നുണ്ട് അയാൾ കിട്ടിയില്ല, അല്ലെങ്കിൽ അയാൾ പഠിച്ചു തുടങ്ങിയാണ്ട് എന്നേക്കാൾ മുമ്പ് അയാൾക്ക് കിട്ടി എന്നൊന്നും വിചാരിച്ച് ഡീമോട്ടിവേറ്റ് ആവരുത്. നിങ്ങൾ നിങ്ങളുടെ ടൈം ലൈനിൽ ഉറച്ചു നിന്ന് പഠിക്കുക. മനസ്സിലായല്ലോ? അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് വേണമെങ്കിൽ നോക്കാം, പക്ഷെ എന്ത് ചെയ്യരുത്, അത് കണ്ടിട്ട് ഡീമോട്ടിവേറ്റ് ആവാൻ വേണ്ടി അങ്ങോട്ട് നോക്കരുത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ടൈം ലൈനിൽ വിശ്വസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായല്ലോ? അതാണ് ഫസ്റ്റ് തിങ്. ക്ലിയർ ആണേ? അപ്പം എഴുതി വെച്ചേ ബിലീവ് ഇൻ യുവർ ടൈം ലൈൻ. ബിലീവ് ഇൻ യുവർ ടൈം ലൈൻ. ഫസ്റ്റ് പോയിന്റ് എന്താ, നിങ്ങളുടെ ടൈം ലൈനിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ ടൈം ലൈൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരാളെ കണ്ട് മോട്ടിവേറ്റ് ആവുകയാണെങ്കിലുള്ള പ്രശ്നം എന്താ അറിയാമോ, ചിലപ്പം ആ പുള്ളിക്ക് നല്ല സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു, ഒരുപാട് ലക്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് സക്സസ്സിലെത്തി. അപ്പോൾ നമ്മൾ അതേ പാറ്റേൺ, ഓക്കെ ഞാൻ അതിനൊക്കെ വർക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ അതേ പാറ്റേണിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി കുറവായിരിക്കും. മനസ്സിലായോ? അപ്പം ആ വ്യക്തി എത്തിയ സക്സസ് അല്ലെങ്കിൽ ആ എത്തിയ സമയം എന്ന് പറയുന്നത് നമ്മളെയും ഷോർട്ട് ടേമിലായിരിക്കും സക്സസ് എത്തിയത്. അപ്പം നമുക്ക് അത്ര സമയം പോരാ, വർക്ക് ചെയ്ത് കയറാൻ വേണ്ടി നമുക്ക് അത്ര സമയം പോരാ, നമുക്ക് കുറച്ചും കൂടി സമയം വേണം. കാരണം നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെ. നിങ്ങൾ ഹോം മേക്കേഴ്സിൻ്റെ കാര്യം ആലോചിച്ചൊക്കെ, നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ സമയം എടുത്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ആ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുറച്ച് കുറയ്ക്കേണ്ടി വരും. മറ്റേയാൾക്ക് ഫുൾ ടൈം പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും അധികം പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ആ സാഹചര്യം അല്ല. അതുകൊണ്ട് നിങ്ങളുടെ ടൈം ലൈൻ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. വേറൊരാളുടെ സക്സസിൻ്റെ ആ ഒരു സ്പീഡ് കണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അയാൾക്കത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു റേറ്റ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിനൊക്കെ നേരത്തെ കിട്ടാം, ചിലപ്പോൾ അതിനെ ലേറ്റ് ആവാം. അപ്പം ബിലീവ് ഇൻ യുവർ ടൈം ലൈൻ ആണ് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കണം എങ്ങോട്ടാ, നമ്മുടെ പാസ്റ്റിലോട്ടാ. മനസ്സിലായോ? നമ്മൾ ഒരു കുന്ന് കയറി പോവാം, നമ്മൾ കുന്ന് കയറി നമ്മൾ മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുകളിലോട്ട് നോക്കണം. അല്ല ഏറ്റവും ഇനി കയറാനുള്ള സ്റ്റെപ്പുകളല്ല, നമ്മൾ എത്തേണ്ട പൊസിഷനാണ്. അവിടെ എനിക്ക് എത്രയെങ്കിലും ജോലി കിട്ടണം, ഞാൻ ആ കസേര ഇരിക്കണം എന്നുള്ള ഡ്രീം. അതല്ല, നമ്മൾ നമുക്കൊരു ചെറിയൊരു ഡീമോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വന്ന വഴി നോക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. ആ വന്ന വഴി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം നിങ്ങൾ വന്ന വഴി, ഇപ്പം നിങ്ങൾ ഈ 75 ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷം PSC പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഒരു റാങ്ക് ഫയലൊക്കെ പഠിച്ച ആൾക്കാരാണ്, നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതിയ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസും ഇത്രയും കാലിബറും ഇത്രയും പൊട്ടൻഷ്യലൊക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒരുപാട് മുമ്പിലോട്ട് എത്തി ഒരു 50-60 മാർക്കിലൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി കുറച്ചും കൂടി സ്റ്റെപ്പ് വെച്ചാൽ മതി ആ ഗോളിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എവിടെ നോക്കണം, നിങ്ങളുടെ പാസ്റ്റിലോട്ട് നോക്കണം, നിങ്ങൾ വന്ന വഴി നോക്കണം. നിങ്ങൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ട് എത്ര നല്ല ഫങ്ഷൻസ്, എത്ര നല്ല പ്രോഗ്രാംസ്, എത്ര നോ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തത്, നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തിയതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഈ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതും എത്ര കഷ്ടപ്പെട്ടായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ വന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി മുമ്പോട്ട് പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ എനർജി കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ നോക്കേണ്ട എങ്ങോട്ടാ, നമ്മുടെ ബാക്കിലോട്ട്, നമ്മൾ വന്ന വഴി, നമ്മുടെ പാസ്റ്റിലോട്ട് നോക്കുക. ഓക്കെ, ഓൾവേസ് ഗെറ്റ് ഇൻസ്പിറേഷൻസ് ഫ്രം യുവർ പാസ്റ്റ്. നിങ്ങളെ പാസ്റ്റിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടുക. ക്ലിയർ ആണല്ലോ? അതായത് രണ്ടാമത്തെ പോയിന്റ്, ഓൾവേസ് ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ദി പാസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ അങ്ങനെ അത്രയും സക്സസ്ഫുൾ ഉള്ള ആളല്ല, എനിക്ക് അത്രയും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, എനിക്ക് അത്രയും വലിയ സക്സസ് സ്റ്റോറീസ് ഒന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ അതും ഓക്കെ,
നിങ്ങൾ എന്താ ബാക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ എന്താ രാവിലെ കറക്റ്റായിട്ട് എണീക്കാത്ത ആളാണ്, ഞാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പഠിക്കുന്നില്ല, അങ്ങനെ ഒരാളാണ്, അപ്പം ഞാൻ എന്താവരുത്, അതെനിക്ക് ആവരുത് എന്ന് നിങ്ങൾക്ക് പാസ്റ്റിലോട്ട് നോക്കാം. ബാക്കിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഇനി എന്താവരുത്, ഇതുപോലെ ആവരുത്, എനിക്ക് എന്ത് ചെയ്യണം, ഒരു ബെറ്റർ വേർഷൻ ആവണം എന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിലോട്ട് നോക്കാം. മനസ്സിലായോ? അപ്പം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പിൽ നോക്കാം. ഒന്നി നിങ്ങൾ വന്ന വഴി കണ്ട് നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവരുത് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഓൾവേസ് ലുക്ക് ഇൻ യുവർ പാത്ത് ദാറ്റ് യു ട്രാവൽ ഫോർ ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വന്ന വഴി നോക്കുക. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, എഴുതി വെച്ചോണേ, ഈ പോയിന്റിലെല്ലാം എഴുതി വെക്കണേ, എന്നിട്ട് നിങ്ങൾ എപ്പോഴും ഇതന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോകണം. ഓക്കെ. മൂന്നാമത്തെ കാര്യം, ഫോക്കസ് ഓൺ യുവർ സ്കിൽ. നിങ്ങളുടെ സ്കില്ല് ഫോക്കസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് PSC എഴുതി ഒരു ജോലി വാങ്ങിക്കണം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് കാണും. അപ്പം നിങ്ങളൊരു കോമൺ ആയിട്ട് ഒരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഒരു 100-200 പിള്ളേർ കാണും. ആ അത്രയും സ്റ്റുഡൻസിന് ഒരേ കണ്ടന്റ് ആണ് കൊടുക്കുന്നത്, ഒരേ കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത്. എല്ലാവരും പഠിക്കുന്ന കണ്ടന്റ് ഓൾമോസ്റ്റ് ഏകദേശം ഈക്വൽ ആയിരിക്കും. റാങ്ക് ഫയല്, ക്ലാസ്സുകൾ, അങ്ങനെയായിരിക്കും എല്ലാവർക്കും റിസോഴ്സ് കിട്ടുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? ഇത്രയും ആൾക്കാരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഡിഫറെൻ്റ് ആയി നിങ്ങൾക്ക് ജോലി കിട്ടും? നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്യണം? നിങ്ങളെ സ്കില്ലിൽ ഫോക്കസ് ചെയ്യണം. അതായത് ഇപ്പം എനിക്ക് പഠിക്കാനാണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ടീച്ചിങ് സ്കിൽ. എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു കാര്യം ഞാൻ പഠിക്കുന്ന എപ്പോഴായിരിക്കും? ആരെങ്കിലും പഠിപ്പിക്കുമ്പോഴായിരിക്കും. പാട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒരു മറ്റേ നമ്മുടെ എലക്ഷൻ്റെ വണ്ടി പോവാം. ഓക്കെ, അപ്പം എന്താ നമ്മൾ പോയി അപ്പം നമ്മളെന്താ പറഞ്ഞേ, ഞാൻ പഠിക്കുന്ന എപ്പോഴായിരിക്കും? ഞാൻ ആരെങ്കിലും പഠിപ്പിക്കുമ്പോഴായിരിക്കും. ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യം പറയുമ്പോൾ എനിക്കൊരു എൻലൈറ്റ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടും. അപ്പം ഞാൻ ഒരു സാധനം പഠിക്കണമെങ്കിൽ ഞാനത് പഠിപ്പിക്കുന്നതാണെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ അത് വായിച്ച് പഠിക്കണം. ഓക്കെ, ചില ആൾക്കാരുണ്ട്, എനിക്ക് വേറെ അറിയാവുന്നൊരു കൂട്ടുകാരിയുണ്ട്. ഈ പുള്ളിക്കാരി എന്ത് ചെയ്യുന്ന അറിയാവോ? ജസ്റ്റ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചുണ്ട് പോലും അനങ്ങത്തില്ല. ഇത് നോക്കി മനസ്സിലാക്കും. എനിക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വായിച്ചിട്ട് അടുത്ത പേജ് മറിക്കും. നമ്മൾ പേജ് മറിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്ന അത് പഠിച്ചു തീർന്നു. അത് നല്ല വൃത്തിക്ക് പഠിക്കുകയും ചെയ്യും. മനസ്സിലായി? അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പഠിക്കുന്നതിന്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്കിൽ എന്താണ്? നിങ്ങൾക്ക് ചിലപ്പോൾ മെമ്മറി നല്ല കൂടുതലായിരിക്കും, ചിലപ്പോൾ മാത്സ് ചെയ്യാനുള്ള സ്കിൽ നിങ്ങൾക്ക് കൂടുതലായിരിക്കും, സയൻസ് ഉള്ള സ്കിൽ കൂടുതലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സയൻസ് കുറച്ച് പാടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഫോക്കസ് ചെയ്യണം. അല്ല നമ്മൾ കറക്റ്റ് റിസോഴ്സെല്ലാം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാത്രം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കി അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മൾ കമ്പയർ ചെയ്ത ഒരാളുടെ കഴിവുകളായിരിക്കും നിങ്ങൾക്കുള്ളത്. മനസ്സിലായോ? അവർ പഠിച്ച മെത്തേഡിൽ ഇപ്പം നമ്മൾ അതേ കണക്കിന് കോപ്പി വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കംപ്ലീറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ പഠിക്കുന്നത്, അപ്പം ഞാനും ഇങ്ങനെ പഠിക്കാം, ഞാൻ എഴുതി പഠിക്കാം, അത് പറ്റത്തില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പാറ്റേൺ അനുസരിച്ച് പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാം വരുമെന്ന് വെച്ചോ, എക്സാം വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ബുക്കുകൾ എടുത്ത് വെച്ചിട്ട് ഇത് കണ്ട് നോട്ട് എഴുതാൻ നിൽക്കുക. അപ്പം നമുക്ക് ഒരുപാട് സമയം പോകും. ചില ആൾക്കാർ നോട്ട് എഴുതിയാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഞാൻ വായിച്ച് അല്ലെങ്കിൽ ഉറക്കെ വായിച്ച് പഠിക്കുന്ന അല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ നോട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ കൈ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടേതായ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ഫോക്കസ് ചെയ്ത് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായോ? അല്ലാതെ അവരത് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യും, അവരിങ്ങനെ വായിച്ച് പഠിക്കും, ഞാനും അങ്ങനെ വായിച്ചു പഠിക്കും, അങ്ങനെയല്ല. നിങ്ങളുടെ സ്കില്ല് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക? ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതേപോലെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജോലി കിട്ടാൻ നമുക്ക് ചെയ്യുന്ന നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെന്താ? നിങ്ങളെ സ്കില്ലുകൾ മനസ്സിലാക്കി വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പം നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസിലോട്ട് എത്താൻ പറ്റും, നേരത്തെ എത്താൻ പറ്റും. മനസ്സിലായല്ലോ? അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ? വർക്ക് ഓൺ യുവർ സ്കിൽസ്. വർക്ക് ഓൺ യുവർ സ്കിൽസ്. 3 പോയിന്റ് ആയേ. മൂന്നാമത്തെ പോയിന്റ് വർക്ക് ഓൺ യുവർ സ്കിൽസ്. നാലാമത്തെ പോയിന്റ് പറയട്ടെ. അടുത്ത പോയിന്റ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ മീഡിയ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം എടുത്ത് മാറ്റണം, യൂട്യൂബ് എടുത്ത് മാറ്റണം, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ എന്തുമാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ? അദ്ദേഹത്തിന് സക്സസ് സ്റ്റോറീസ് മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് PSC പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ആസ്പിറൻസ് ആണ്, നിങ്ങൾക്ക് PSC വർക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാം എഴുതിയെടുക്കണം എന്ന് വിചാരിച്ച് മൈൻഡിൽ നിങ്ങൾ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഈ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റ്സ് ആയിരിക്കും കാണുന്നത്. സക്സസ് അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. അപ്പം നിങ്ങൾ ഓൾറെഡി എന്താ ടെൻസ്ഡ് ആവും. ഇത്രയും പേർ കിട്ടുന്നുണ്ട്, എന്നിട്ട് എനിക്കെന്താ പറ്റാത്ത? ഇത്രയും നാളെ ഞാൻ പഠിക്കുന്നില്ല, പിന്നെ എനിക്ക് മാത്രം എന്താ പറ്റാത്ത? ഇത്രയും ആൾക്കാർ കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു
ആ ഒരു ടെൻഷൻ വരും. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് ടെൻഷൻ വരാതെ, കാരണം ഒന്നാമത്തെ കാര്യം എന്താ, അവർ സക്സസ് സ്റ്റോറി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അവർ വന്ന വഴിയോ അവരുടെ സ്ട്രഗിൾസോ ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. അവർ എത്ര ദിവസം കണ്ട് കരഞ്ഞിട്ടുണ്ടായിരിക്കും, എന്തുമാത്രം എക്സാംസിൽ തോറ്റിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ ലൈഫിൽ സംഭവിച്ചിട്ടാണ് അവരെന്ത് അവസാനം ആ ഒരു എന്താ സക്സസ്സിൽ വന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആലോചിക്കുക, ഓക്കെ ഇവർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ടൈം ലൈനിൽ അവരവിടെ എത്തിയിട്ടുണ്ട്, അപ്പോൾ എനിക്കും എന്തെങ്കിലും എത്താൻ പറ്റും. മനസ്സിലാവും? അങ്ങനെ ഇൻസ്പിറേഷൻ ആണ് അതിനകത്ത് കിട്ടുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, വാച്ച് ചെയ്യുക. അല്ല അത് കണ്ടിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല ഇവർക്കൊക്കെ പറ്റുന്നു എന്ന് കാണാനാണെങ്കിൽ അത് കാണാതിരിക്കുക. മനസ്സിലായല്ലോ? അതുകൊണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പം ബോധപൂർവം മനസ്സിലാക്കുക, ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്റ്റോറി ഉണ്ട്, ഇതല്ല അവരുടെ ലൈഫ് മൊത്തം, അല്ലെങ്കിൽ ഇതല്ല അവരുടെ ലൈഫ്, ഇങ്ങനെയല്ല ഈ സക്സസ് എന്ന് പറയുമ്പോൾ അവർ കുറേ കഷ്ടപ്പെട്ടതിന് ഫലമായിട്ടാണ് ആ സക്സസ് അവർ കിട്ടിയത് എന്ന് പറയാം. ഞാനൊരു വീഡിയോനകത്ത് കണ്ടു, ഉസൈൻ ബോൾട്ട് 20 years എന്തോ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ കണ്ട് അത്രയും സെക്കൻഡ്സ് അവിടെ ഓടിയത് അല്ലേ. അപ്പം നമ്മൾ എന്തേ കണ്ടുള്ളൂ, അദ്ദേഹത്തിന് ആ ഒരു ഓട്ടത്തിൻ്റെ ആ ഒരു ടൈം ഡ്യൂറേഷൻ അല്ലേ, ആ ടൈം ഡ്യൂറേഷൻ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. എത്ര സെക്കൻഡ്സ് അത് എനിക്ക് ഇപ്പം കറക്റ്റ് ഒരു ഓർമ്മയില്ല, ആ സെക്കൻഡ്സ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ അത്രയും നാൾ അദ്ദേഹം കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല. മൈക്കൽ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ നീന്തൽ മത്സരത്തിനകത്ത് ആ നീന്തി കയറി ആ ഒരു സമയം മാത്രമേ അദ്ദേഹം നമ്മൾ കണ്ടുള്ളൂ. ബാക്കി അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടില്ല. മെസ്സിയുടേത് നമ്മൾ ആ ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ കളിക്കാൻ വന്ന സമയത്തുള്ള സ്ട്രഗിൾസ് ആ കാര്യങ്ങൾ നമ്മൾ കണ്ടുള്ളൂ. അല്ല അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടു നമ്മൾ കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ സക്സസ് കിട്ടിയ എല്ലാവർക്കും എന്തൊരു നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സഫറിങ്സും ഉള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതിൽ നിന്നാണ് അവർ ഈ സക്സസ് എത്തിയത്. സക്സസ് എത്തിയപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങളെ എപ്പോഴും കാണത്തുള്ള ആൾക്കാർ നിങ്ങൾ സക്സസ് എത്തിയാലും മാത്രമേ കാണത്തുള്ളൂ. അല്ല നിങ്ങളുടെ ബാക്ക് സ്റ്റോറിയും നിങ്ങൾ കഷ്ടപ്പെടുന്ന വഴിയും ആരും കാണത്തില്ല. അല്ല നിങ്ങളും വിചാരിക്കരുത് ആ സക്സസ് ഇതാണ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, എപ്പോഴും കൂളായിരിക്കും എന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? ഓക്കെ, സീരിയസ്ലി മനസ്സിലായോ? ഓക്കെ, അപ്പം സോഷ്യൽ മീഡിയ വൈസ്ലി. ഓക്കെ, ആ പോയിന്റ് എഴുതിക്കോ, യൂസ് സോഷ്യൽ മീഡിയ വൈസ്ലി. ഓക്കെ, അടുത്ത പോയിന്റ്, സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ്. നിങ്ങളെ കുഞ്ഞു സക്സസ് ഇല്ലേ അത് സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ വേറൊരാളെ നോക്കി കമ്പയർ ചെയ്തുകൊണ്ട് നിന്ന് കുളവാക്കാതെ എന്ത് ചെയ്യണം, നിങ്ങളെ സക്സസ് ഇപ്പം ഇന്ന് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റി, ഇന്ന ദിവസം എങ്ങനെയായിരുന്നു, ഇന്നായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, ഇന്ന ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. മനസ്സിലായോ? അത് പതുക്കെ നിങ്ങളുടെ ഡ്യൂറേഷൻ കൂട്ടി, നിങ്ങൾ പഠിക്കുന്നതായിരിക്കും സമയം കൂട്ടി, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവാം. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ കുഞ്ഞു സക്സസ്സുകളെ ആഘോഷിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വൈഡായിട്ട് ദൂരോട്ട് നോക്കുന്നു, ഓവർ തിങ്ക് ചെയ്യുന്ന എല്ലാം കുറയും. നിങ്ങൾ പിന്നെ അയാൾ ഇത്രയും എന്നേക്കാൾ ലേറ്റായിട്ട് പഠിച്ചു തുടങ്ങിയതാ, ഇപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി കിട്ടി, പക്ഷെ ഞാനൊക്കെ ഇപ്പോൾ തുടങ്ങിയത് എന്നിട്ട് എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്ന് ആലോചിക്കാതെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? അവർക്ക് നിങ്ങളെ കണക്കുകൾ മനസ്സിലായില്ലേ, അവരെ കിട്ടും. അപ്പം അവർക്ക് കിട്ടി, അപ്പം നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായി? അപ്പം നിങ്ങൾ സ്മോൾ സക്സസ് ആഘോഷിക്കുക. ഓക്കെ, സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ്. കുഞ്ഞു സക്സസ്സുകൾ നിങ്ങൾ തന്നെ സക്സസ് ഉണ്ടാക്കണം. ഇന്ന് പഠിച്ച് തീർക്കുകയാണെങ്കിൽ ഓക്കെ, ഇന്ന് ഞാൻ പഠിച്ചെടുക്കണം, എൻ്റെ ഒരു സക്സസ് ആണത് എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളുടെ തന്നെ പറയാനുള്ളത്. ഈ പോയിന്റിലൊക്കെ ഒന്ന് എഴുതി വെക്കുക, മനസ്സിലാക്കുക, നിങ്ങളതായ സമയം വരും. ഓക്കെ, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഒട്ടും ഡീമോട്ടിവേറ്റ് ആയത് സ്ട്രോങ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ഇനി രണ്ടാമത്തെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, VFA വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട്, പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്, എക്സൈസ് വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് LGS നിങ്ങൾ അയച്ചു കഴിഞ്ഞു, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന് അയച്ചു കഴിഞ്ഞു കമ്പനി. പിന്നെ അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ എക്സാംസും ഉണ്ട്. അപ്പം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, അതിൻ്റെ എക്സാംസും വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതൊക്കെ കണ്ടിട്ട് പാനിക് ആവരുത്. എന്ത് ചെയ്യും, ഞാൻ എന്ത് പഠിക്കും എന്ന് വിചാരിക്കരുത്. ഇനി അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യാം അങ്ങനെയും വിചാരിക്കരുത്. നിങ്ങളിപ്പോൾ കമ്പനി ബോർഡ് LGS തുടങ്ങും, കമ്പനി ബോർഡ് LGS വെച്ച് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ബിഗിനർ ആണ് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. കമ്പനി ബോർഡ് LGS വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ ബേസ് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് അടുത്തടുത്ത എക്സാംസ് എല്ലാം എഴുതി പോകാൻ പറ്റും. നിങ്ങൾക്ക് ജോലി കിട്ടും. ഒരു വർഷത്തിനുള്ളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ജോലി കിട്ടും. എനിക്ക് ഉറപ്പാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ ജോലി കിട്ടും, അതിനകത്ത് ഒരു സംശയമില്ല. കാരണം ഞാൻ കുറേ നാളായിട്ട് കാണുന്നുണ്ട്, വർക്ക് ചെയ്യുന്നവർ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? വർക്ക് ചെയ്യാതെ ഉടായ്പ കാണിക്കുന്നവർ കിട്ടത്തില്ല. അങ്ങനെ എവിടെയെങ്കിലും എഴുതുക. മനസ്സിലായോ? നമുക്ക് ഒരാൾ കാണുമ്പോൾ നമുക്കറിയാം. നമ്മളിപ്പം നിങ്ങളെ ഫീഡ് നോക്കി എനിക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലെ ഫീഡ് എടുത്ത് നോക്കുമ്പോഴത്തേ അതിനകത്ത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആണ് പിന്നെ കിടക്കുന്നത്. മറ്റേ ഹസ്കി ഡാൻസ് ഒക്കെ കിടക്കുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഇൻസ്പയർഡ് അല്ല. ഓക്കെ, നിങ്ങളെടുത്ത് നോക്ക്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫീഡ് എടുത്ത് നോക്ക്, എന്താ അതിനകത്ത് കിടക്കുന്നത് നോക്ക്. ചെന്ന് നോക്കിയിട്ട് അതെന്താണ് ഹസ്കി ഡാൻസിന് ട്രെൻഡ്, ഇപ്പോൾ കിടക്കുന്ന പിന്നെ റീൽസ് അങ്ങനെ കാര്യങ്ങളാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഇൻസ്പയർഡ് അല്ല. നിങ്ങളുടെ ഫീഡിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കാണുന്ന മൊത്തം PSC ആയിട്ട് ബന്ധപ്പെട്ട PSC ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസും കാര്യങ്ങളും ആണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടും. എന്നാലേ കിട്ടും.
അല്ലാതെ കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഊണിലും ഉറക്കത്തിലും എപ്പോഴും അതിനെപ്പറ്റി ചിന്തയായിരിക്കണം. പറ്റുമ്പോൾ എപ്പോഴും എടുത്ത് വെച്ച് പഠിക്കണം. മനസ്സിലായല്ലോ? അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ മക്കളെ കിട്ടത്തുള്ളൂ. ഞാൻ എത്ര 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 വട്ടം വേണമെങ്കിലും പറയാം. അത് കണക്ക് തന്നെ ഞാനിപ്പോൾ SCRTയുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് അഡ്മിഷൻ 1 മാസത്തേക്ക് ഇത് ഇപ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ അടുത്ത മാസം ആകുമ്പോൾ ഞാൻ റീഓപ്പൺ ചെയ്യാൻ നോക്കാം. കാരണം നമുക്ക് ഒരു ടൈം ഒരു 50 വരെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ജസ്റ്റ് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. മെൻറ്ററിങ് കൂടിയാണ് അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 50 വരെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കി പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അത് ക്ലോസ് ആവും, നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ആവും. അപ്പം അതിന് മുമ്പ് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അഡ്മിഷൻ എടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത മാസം ജോയിൻ ചെയ്യാൻ സമയമുണ്ട്. SCRT ടെക്സ്റ്റുകൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുക. അതങ്ങ് വായിച്ച് മൊത്തം ഒന്ന് തീർത്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക്, എനിക്കറിയാം നിങ്ങളെല്ലാം വായിക്കാൻ തുടങ്ങും, പകുതിയപ്പോൾ നിങ്ങൾ ഇട്ടിട്ടു. അതുകൊണ്ട് അത് മൊത്തം വായിച്ച് തീർത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് റാങ്ക് ഫയൽ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലികൾ കിട്ടും, ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രഗിൾസ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും, എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ സർക്കാർ ജോലി വേണം എന്ന് ഇത്ര അഡമൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ടും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ എന്നെ കോൺടാക്ട് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ.